നമ്മൾ അവതരിപ്പിക്കുന്ന പുതിയ കഥ ഞങ്ങളുടെ ലവ് സ്റ്റോറി. ഞാൻ ഈ മനുഷ്യനെ കാണുമ്പോൾ അവിടെയുള്ള പെൺപിള്ളേരായിട്ടുള്ള വർത്താനാണ് ഞാൻ ഈ കാണുന്നത്. അപ്പോഴും എൻ്റെ മനസ്സിൽ നമ്മുടെ അവിടെ വേറെ കുറെ അറസിമാരുണ്ടല്ലോ, അവരൊക്കെ ആയിരിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. പന്തം കണ്ട പിടിച്ചതിനെ പോലെ ആനവങ്ങ് നോക്കിക്കാം. അപ്പൊ സത്യം പറഞ്ഞാൽ ആ ഫിറ്റിംഗ് പഠിക്കാൻ വേണ്ടി വരുന്നത് എന്നെ കിട്ടാൻ വേണ്ടി മാത്രമായിരുന്നു. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മുടെ കഴിഞ്ഞ ഒപ്റ്റോമെട്രി വ്ളോഗിന് ശേഷം നമ്മൾ അവതരിപ്പിക്കുന്ന പുതിയ കഥ ഞങ്ങളുടെ ലവ് സ്റ്റോറി. അപ്പോൾ ഈ ചാനൽ ഞാനും സ്നേഹിച്ച് കല്യാണം കഴിച്ച ടീമുകളാണ്. അപ്പോൾ ഞങ്ങളുടെ ലവ് സ്റ്റോറി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യലാണ്. അപ്പൊ ആ സ്പെഷ്യൽ ആയിട്ടുള്ള സ്റ്റോറി ഞാൻ നിങ്ങളെയും കൂടി അറിയിക്കുകയാണ് ഗൈസ്. ആദ്യമായിട്ട് എവിടെയാണ് കണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പള്ളിയിൽ വെച്ചിട്ടല്ല. ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് ടോണീസിൽ വെച്ച്. അപ്പോൾ ഇച്ചായൻ ടോണീസിൽ ഒപ്റ്റിക്കൽസിലിരിക്കുന്നു, ഞാൻ റിസപ്ഷനിലിരിക്കുന്നു. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ കഥയായിരുന്നത്. കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ വെച്ചിട്ട്. ഈ വരാനുള്ള സംഭവം വഴി തങ്ങില്ല എന്ന് പറയുമല്ലോ, അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര ഒരു സംഭവമാണ്. അതെന്താണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. അപ്പോൾ വീഡിയോ ഫുൾ കാണണം, സ്കിപ്പ് അടിക്കരുത്. ഓക്കെ, അങ്ങനെ ഭീഷണിയുടെ സ്വരാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് സംഭവം കണ്ടു. പക്ഷെ ഞാൻ ഈ മനുഷ്യനെ കാണുമ്പോൾ അവിടെയുള്ള പെൺപിള്ളേരായിട്ടുള്ള വർത്താനാണ് ഞാൻ ഈ കാണുന്നത്. അപ്പൊ അവിടെ സംബന്ധിച്ച് നല്ല പെൺപിള്ളേര്, അതായത് നല്ല ഭംഗിയുള്ള പെൺപിള്ളേരുകൾ ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ മനുഷ്യനും അത്യാവശ്യം ഭംഗിയുണ്ട്. അപ്പോൾ എന്നെ ഒരിക്കലും എൻ്റെ അടുത്ത് അങ്ങനെ അവരോട് സംസാരിക്കണം, അത്രയും സംസാരിക്കും എന്ന് യാതൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഒരു പ്രതീക്ഷയിൽ ഞാൻ ഒപ്റ്റിക്കൽസിന്റെ പടി കടന്ന് ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മനുഷ്യൻ തന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് ഭയങ്കര വർത്താനം കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഭയങ്കരമായിട്ട് അടുത്തു. അപ്പൊ ആ ഒരു അടുപ്പം എന്ന് പറയുന്നത് ഒരു ആങ്ങളെയും പെങ്ങളും അങ്ങനെയുള്ള ഒരു അടുപ്പമായിരുന്നു. അപ്പൊ എനിക്ക് വയസ്സിന് മൂത്തുള്ള ചേട്ടന്മാരെ ഒരുവിധം എല്ലാവരും ഞാൻ ഇങ്ങനെ ഒരു ആങ്ങള സർക്കിളിൽ വെക്കും. അപ്പൊ അങ്ങനെയുള്ളവരെ ഞാൻ ഭയങ്കര ഉപദേശവും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉപദേശിച്ച് ഞാൻ വെറുപ്പിച്ചു കൊല്ലും. അപ്പം അങ്ങനെയായിരുന്നു. അങ്ങനെ ഈ മനുഷ്യൻ ഇങ്ങനെ എന്നോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. ആളുടെ വിശേഷങ്ങൾ ആള് പറഞ്ഞു. ഞാൻ ഒപ്റ്റോമെട്രിസ്റ്റ് ആണ്, ഒരു 6 മാസമൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു ഫിറ്റിംഗ് കോഴ്സും കൂടി പഠിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെയുള്ള വിശേഷങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ആളിങ്ങനെ എന്നോട് എന്ത് ചെയ്തു, വാട്സപ്പ് നമ്പർ ചോദിച്ചു. ഞാൻ പറഞ്ഞു, പൊന്നു ചേട്ടാ എൻ്റെ കയ്യിൽ കുത്തണ ഫോണാണ് ഉള്ളത്, അപ്പൊ എനിക്ക് വാട്സപ്പ് ഇല്ല, പിന്നെ ആ കൂടി ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് മാത്രമേ എനിക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ ആള് പറഞ്ഞു, വിഷമിക്കണ്ട, നീ പഠിച്ചൊരു ജോലിയൊക്കെ ആയതിനു ശേഷം നീ ഫോൺ വാങ്ങിച്ചോ. ഞാനും അങ്ങനെ തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് പഠിക്കുന്ന സമയത്ത് കുത്തണ ഫോൺ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ജോലിക്ക് അതിന് ശേഷമാണ് ഞാനൊരു ഫോൺ വാങ്ങിച്ചത്. അപ്പൊ അതുപോലെ തന്നെ നീ വാങ്ങിച്ചു, സാറില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ മോട്ടിവേറ്റ് ചെയ്തു. പിന്നെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ വീട്ടില് ഫേസ്ബുക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഒരു സൺഡേ ആണെന്ന് തോന്നുന്നു, ഓർമ്മ ശരിയാണെങ്കിൽ. ഫേസ്ബുക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ മനുഷ്യനെ ഓർമ്മ വന്നു. ഞാൻ അപ്പോൾ ആളുടെ പേര് സെർച്ച് ചെയ്തപ്പോൾ ഫസ്റ്റ് തന്നെ ആളുടെ അക്കൗണ്ട് കിട്ടുകയും ചെയ്തു. അങ്ങനെ ഞാൻ റിക്വസ്റ്റ് അയച്ചു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അത് അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ ഒപ്റ്റിക്കൽസിൽ ചെന്നപ്പോഴത്തേക്കും പുള്ളി ഈ പറഞ്ഞ മാതിരി ഇങ്ങനെ ഫേസ്ബുക്കിൽ റിക്വസ്റ്റ് അയച്ചതിനെ പറ്റുമോ, അക്സെപ്റ്റ് ചെയ്തതിനെ പറ്റുമോ ഒന്നും എന്നോട് പറയണില്ല. അപ്പൊ ഞാനിങ്ങനെ ആളോട് ഞാൻ ചോദിച്ചു, ചേട്ടാ എൻ്റെ പേരെന്താന്ന് ഓർമ്മയുണ്ടോന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അയ്യോ ഞാൻ എൻ്റെ പേര് മറന്നു, ബെസ്റ്റ്. അപ്പൊ ആളെ മനസ്സിലാക്കാണ്ടാണ് നിങ്ങൾ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തല്ലേ. അപ്പോൾ ഓ നീയായിരുന്നല്ലോ എനിക്ക് ഇന്നലെ റിക്വസ്റ്റ് അയച്ചു. അതെ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനാണ് അജസ്റ്റ് ഞാനാണ് എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിയാക്കലൊക്കെ ആയി. പിന്നെ അതിൻ്റെ ഇടയിൽ വേറൊരു സംഭവം കൂടി ഉണ്ടായി. ആളിങ്ങനെ അവിടെ ചെയ്തൊരു കാര്യം അത് എനിക്ക് അത്രയ്ക്കാണ്ട് ഇഷ്ടപ്പെട്ടില്ല. ഞാനപ്പോൾ അത് എനിക്ക് ഇഷ്ടപ്പെടാത്തത് വേറൊന്നുമല്ല, നമ്മളവിടെ സ്റ്റുഡൻസ് ആണ്. അപ്പൊ നമ്മൾ സ്റ്റുഡൻസിന്റെ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി, നമ്മൾ കൂടുതൽ അകമഴിഞ്ഞൊന്നും ചെയ്യണ്ട എന്നിങ്ങനെ പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അത് മെസ്സഞ്ചറിൽ കൂടെ ആളോട് പറഞ്ഞു. ആളത് ഓക്കെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. പിന്നെ നമ്മളുടെ വർത്താനം എന്ന് പറയുന്നത് വേറൊരു ഇതായിരുന്നു. അതായത് വേറെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് ഒരു ഒപ്റ്റോമെട്രിസ്റ്റിനെ കല്യാണം കഴിക്കണം എന്നാണ് ആഗ്രഹം. അപ്പൊ ഞാൻ പറഞ്ഞു, അതിനിപ്പോ എന്താ ചേട്ടാ, ഇവിടെ ഇഷ്ടംപോലെ ഒപ്റ്റോമെട്രിസ്റ്റ് ഗേൾസ് ഉണ്ടല്ലോ, അപ്പൊ ചേട്ടാ ആരെങ്കിലും ഒരാൾ നോക്കിക്കോ. അപ്പൊ ആളും പറഞ്ഞു, എൻ്റെ ഒരു ഉദ്ദേശം അത് തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞു, സൂപ്പർ ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു, സെറ്റാക്കാം, എന്തായാലും 3 മാസം ഉണ്ടല്ലോ, ആരെങ്കിലും ഒരാളിനെ എന്തായാലും കിട്ടും ചേട്ടന് എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്തു ആളിനെ. അങ്ങനെ ആൾ 1-2 പെൺപിള്ളേരുടെ പേര് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വലിയ കുഴപ്പമില്ല, തിരക്കിടില്ലാത്ത ആൾക്കാരാണ്. ആളെ പോയി ചോദിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് നടക്കണില്ല. അത് എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നടക്കില്ലടാ, ശരിയായില്ല. അപ്പൊ ഞാനായിട്ട് വേറെ 2 പേരുടെ പേര് പറഞ്ഞു കൊടുത്തു. അപ്പൊ അതും അങ്ങോട്ട് സെറ്റായില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റ് ആവാണ്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നൊരു സമയം മെസ്സഞ്ചറിലത്തെ മെസ്സേജുകൾക്കൊക്കെ നമ്മൾക്കൊരു ബ്ലോക്ക് കിട്ടിട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അപ്പൻ്റെ അമ്മ വേണ്ടിയിട്ട് ജൂൺ 15 എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് ഒരു ഫോൺ വാങ്ങിച്ചു തന്നു, ടച്ച് ഫോൺ വാങ്ങിച്ചു തന്നു. അങ്ങനെ ഞാൻ ആ സന്തോഷമൊക്കെ പുള്ളിയുടെ അടുത്തെന്ന് പറഞ്ഞു, ചേട്ടനല്ല കേട്ടോ, ചേട്ടാ എനിക്കൊരു ഫോണൊക്കെ കിട്ടി എന്നൊക്കെ വന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വാട്സപ്പ് എടുത്തു. പിന്നെ നമ്മുടെ മെസ്സേജസ് ഫുൾ വാട്സപ്പ് വഴിയായിരുന്നു.
ഞാൻ എന്നിട്ട് ഒരു ദിവസം ഞാൻ വൈകുന്നേരം മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക, നമ്മൾ എല്ലാ ദിവസവും മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ ആള് എടാ ഞാനൊരു പ്രൊപ്പോസലായിട്ട് വന്നോട്ടെ, നിങ്ങളുടെ മെസ്സേജ് ഒക്കെ. അപ്പം ഞാൻ എന്തത് എന്നോട് ഈ പറയണേ, എനിക്ക് നല്ല ഉറപ്പാണ് സംഭവം നടക്കില്ല എന്നുള്ളത്. ഞാനപ്പം എനിക്ക് വേറെ പ്രത്യേകത കൊണ്ടുണ്ട്. അതായത് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് കയറുന്നത് വരെ ഉള്ള എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ അപ്പനും അമ്മേനെ അറിയിക്കും. അപ്പം അത് കാരണം തന്നെ എനിക്ക് പുറത്ത് പരിചയമുള്ള എല്ലാവരും എൻ്റെ അപ്പനും അമ്മയ്ക്കും ഭയങ്കര അടുപ്പത്തിൽ പരിചയമുള്ള പോലെയാണ്. അപ്പോൾ അതുപോലെ ഈ ഒരു കഥാപാത്രത്തിന് ഞാൻ വീട്ടിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ മനുഷ്യ ഇത് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ അമ്മോട് പറഞ്ഞു, അമ്മേ പ്രൊപ്പോസലായിട്ട് വന്നോട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും നടക്കില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കാരണം ഒന്നാമത്തെ കാര്യം അങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയുള്ള പെൺപിള്ളേർ എന്തായാലും അങ്ങനെ കിട്ടും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി ആണെങ്കിലും അവരുടെ ഫാമിലി ആണെങ്കിലും നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇത് നടക്കും, തോന്നുന്നില്ല ഇത് ചുമ്മാ വെറുതെ എന്നെ കളിപ്പിക്കാൻ വേണ്ടി ചോദിക്കുന്നതായിരിക്കുള്ളൂ എന്ന് ഞാനിങ്ങനെ തീർത്ത് അമ്മോട് പറഞ്ഞു. അപ്പം അമ്മ പ്രത്യേകിച്ച് ഒരു ആൻസർ ഒന്നും റിപ്ലൈ ഒന്നും തന്നില്ല. അങ്ങനെ അതും കഴിഞ്ഞ് ഇതിൻ്റെ ഇടയിൽ ഈ മനുഷ്യൻ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ലാറ്റിനാണ്, ഞാൻ RSC ആണ്. അപ്പം എൻ്റെ അടുത്ത് ഒരു ദിവസം വന്നിട്ട് എടാ ലാറ്റിനും RSCയും കല്യാണം കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ അറിവിൽ വലിയ പ്രശ്നമില്ലാന്ന് തോന്നുന്നു, നമ്മുടെ ഫാമിലിയിൽ അങ്ങനെ കല്യാണം കഴിച്ചിട്ടുണ്ട്, വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു ചേട്ടാ. അപ്പോഴും എൻ്റെ മനസ്സിൽ നമ്മുടെ അവിടെ വേറെ കുറേ RSCമാരുണ്ടല്ലോ, അവരൊക്കെ ആയിരിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഒരു റൂട്ടും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതൊന്നും ശ്രദ്ധിച്ചു. അതൊക്കെ ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോഴും എൻ്റെ അപ്പനും അമ്മയ്ക്കും ചെറുതായിട്ട് എവിടെയൊക്കെ ഒരു സ്മെല്ല് അടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളുണ്ടല്ലോ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, നമ്മൾ മക്കള് ഒരു കാര്യം പാരൻസിനോട് ഹൈഡ് ചെയ്യാണ്ട് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ ഹൈഡ് ചെയ്യാണ്ട് തന്നെയല്ല, നമ്മൾ ചെയ്യുന്ന കുഞ്ഞതായാലും വലുതാണെങ്കിലും നമ്മുടെ കള്ളത്തരങ്ങൾ നമ്മുടെ അപ്പനമ്മയ്ക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ഭയങ്കര കഴിവുള്ള ഒരു അപ്പനും അമ്മയാണ് എനിക്കുണ്ടായത്. അത് കാരണം തന്നെ ഈ മനുഷ്യന് എന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നതിന് മുമ്പേ അവർക്ക് മനസ്സിലായി എന്നുള്ളതാണ്. അവർക്ക് മനസ്സിലായിട്ട് ഞാൻ പറഞ്ഞു, അല്ല ഇതങ്ങനെയല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കഥയേ അല്ല ഇത്. അങ്ങനെയൊക്കെ ഞാൻ തീർത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പ്രപ്പോസലൊക്കെ ആയിട്ട് വന്നോട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ തമാശക്ക് ഞാൻ പറഞ്ഞു, വന്നോ അതിനിപ്പോൾ എന്തോ കുഴപ്പം എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ജൂലൈ 1-ാം തീയതി ഞാനിങ്ങനെ ആൾക്ക് മെസ്സേജ്, ഞങ്ങളുടെ പള്ളിയിൽ പെരുന്നാളാണ് 3-ാം തീയതി. അതായത് ഞങ്ങളുടെ പള്ളി എന്ന് പറഞ്ഞാൽ ഇനി ഞങ്ങളുടെ പള്ളിയിൽ സെന്റ് തോമസ് ഊട്ടുസദ്യ ഉണ്ട്. അപ്പം അതിങ്ങനെ പറഞ്ഞു. അപ്പം അവിടെ ഞാൻ വന്നോട്ടെ എന്ന് വെച്ചു. അങ്ങനെ വന്നോ, ഇനിയിപ്പോൾ എന്താ കുഴപ്പം, എൻ്റെ വീട്ടിലേക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ വരാറുണ്ട്, വന്നോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അമ്മോട് പറഞ്ഞു, 3-ാം തീയതി വരുന്നൊക്കെ പറഞ്ഞിരിക്കേണ്ട, അമ്മ വെറുതെയാണ് വരില്ല എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് 3-ാം തീയതി രാവിലെ ഞങ്ങൾ ഊരകത്ത് പള്ളിയിൽ കുർബാനയ്ക്ക് പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്ന് ഞാൻ ഫോൺ നോക്കുമ്പം ഇയാളുടെ മെസ്സേജ്, ഞാനിപ്പോൾ ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനിലുണ്ട്, വീട്ടിലേക്ക് എങ്ങനെ വരാമെന്ന്. എന്താണ് ഇപ്പം ഇത്, ഞാൻ ഒന്ന് ഉറപ്പിച്ചത കാര്യം ആൾ വരില്ല. കാരണം ഞാനതൊരു വെറും വാക്കിൽ പറഞ്ഞത് അവളോട് വന്നോളൂ എന്നൊക്കെ. കാരണം ടോണീസിൽ പഠിക്കുന്ന സമയത്ത് അവിടെ നിന്ന് എൻ്റെ ഫ്രണ്ട്സൊന്നും അങ്ങനെ ആരും വീട്ടിലേക്കൊന്നും വന്നിട്ടില്ല. നമ്മൾ കൂടി നമ്മുടെ ഇരിങ്ങാലക്കുട ഉള്ള നമ്മുടെ ഫ്രണ്ട്സ് മാത്രമാണ് വീട്ടിലേക്കൊക്കെ വരാറുള്ളൂ. അപ്പം ഈ മനുഷ്യൻ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ അമ്മോട് പറ്റും, അമ്മ ആളെ ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ടെന്ന് പറയുന്നത്, ഇങ്ങോട്ടേക്ക് ഒരാളെ വഴി ചോദിക്കുന്നുണ്ട് തന്നെ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്യും, നമ്മളിപ്പോൾ എന്തായാലും ഞങ്ങളുടെ പള്ളിയിൽ പോകാണല്ലോ, അപ്പോൾ ഞങ്ങളുടെ പള്ളിയിലേക്ക് വരാൻ പറയും, അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കാണാം, എന്നിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അപ്പനും അമ്മയും കൂടിയിട്ട് ബൈക്കിൽ ഞങ്ങളുടെ പള്ളിക്ക് പോയിക്കൊണ്ടിരിക്കാം. അപ്പം ആ നേരത്തെ എൻ്റെ അപ്പൻ എന്തേ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി വരണതാണോ എന്ന്. ഞാനപ്പോൾ അങ്ങനെ ആവില്ല. അപ്പം കാരണം ആ ചെക്കനെ കാണുന്ന ആ ചേട്ടനെ കാണുന്ന നല്ല ഭംഗിയാണ്. അപ്പോൾ ഒരിക്കലും ഇതൊരു പ്രപ്പോസലല്ല, നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. അങ്ങനെ ഞാൻ അത്ര ഫുൾ കോൺഫിഡൻസിലാണ് ഞാൻ നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ പള്ളിയിൽ പോയി മനുഷ്യനെ നമ്മൾ കണ്ടു, ഇങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അന്ന് നമുക്ക് വീട്ടിൽ ചെറിയൊരു പലചരക്ക് കട ഉണ്ടായിരുന്നു. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കുഞ്ഞു മുറിയിൽ പലചരക്ക് കട ഉണ്ടായിരുന്നു. അപ്പം ഞാനും അമ്മയും കൂടെ അടുക്കളയിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ മനുഷ്യൻ ഹോളിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചേട്ടൻ്റെ അടുത്ത് വിളിച്ചിട്ട്, ജസ്റ്റ് ഇവിടെ ഒരു ആൻറ്റി വന്നിട്ടുണ്ട്, കടയിലേക്കാൻ തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും വിചാരിച്ചു കടയിലേക്കായാലും വന്നായിരിക്കും, സാധനം വാങ്ങാൻ വേണ്ടി വന്നായിരിക്കും. ഞാൻ വന്ന് നോക്കുമ്പോൾ ആര് നിൽക്കണേ, നമ്മുടെ ആനിമ്മ നിൽക്കണം. ആനിമ്മ അന്തം കണ്ട പിരിച്ചതിനെ പോലെ ആനിമ്മ അങ്ങ് നോക്കിക്കോ, അന്തം കണ്ടല്ലോ, പന്തം കണ്ട പിരിച്ചതിനെ പോലെ ആനിമ്മ അങ്ങ് നോക്കിക്കോ. അപ്പോൾ എന്നിട്ട് നോക്കിന്നിട്ട് ആനിമ്മ അകത്ത് കയറി. അപ്പം ഞാൻ ചേട്ടൻ്റെ അടുത്ത് പോയി, എൻ്റെ പൊന്നു മനുഷ്യ, ഇത് പുറത്തുനിന്ന് ആൻറ്റി അല്ല, ഇത് എൻ്റെ അമ്മമ്മയാണ്, എൻ്റെ അമ്മയുടെ സ്വന്തം അമ്മയാണ്. അങ്ങനെ ആനിമ്മ അകത്ത് കയറി വന്നിട്ട് ചേട്ടൻ്റെ അടുത്ത് ചോദിക്കാം, മോൻ ഏതാ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അമ്മമ്മ ഇത് എൻ്റെ കൂടെ ടൂണീസിലുള്ളൊരു ചേട്ടനാണ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അപ്പം അമ്മടുത്തേക്ക് ഞാൻ ഈ മോൻ്റെ മുഖം കുറച്ച് ദിവസങ്ങളായിട്ട് ഉറങ്ങുന്ന സമയത്ത്, പ്രാർത്ഥിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ ഞാൻ ഈ മോൻ്റെ മുഖം കാണാറുണ്ട്. അപ്പം ഞാൻ ചിന്തിക്കായിരുന്നു, ഞാൻ ഇങ്ങനത്തെ മുഖമുള്ള ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, അപ്പം ഇത് ആരാണെന്ന് ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പം അതെനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. കാരണം അമ്മമ്മ ഇതുവരെ കാണാത്ത ഒരാളുടെ മുഖം മുമ്പേ കാണാമെന്ന് പറയുന്നത് അതെന്തുകൊണ്ടായിരിക്കും ഞാനിങ്ങനെ ചിന്തിച്ചു. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ഏകദേശം ആ പുള്ളി നമ്മുടെ വീട്ടിൽ നിന്ന് പോകാൻ നിൽക്കണ നേരമായപ്പോഴത്തേക്കും എനിക്കിങ്ങനെ ഫോണിൽ ഇങ്ങനെ
ടൈപ്പ് ചെയ്തിട്ട് എനിക്ക് ഇനി കാണിച്ചു തന്നു. വിൽ യു മാരി മീ? ഞാൻ അതുകൊണ്ട് ഞാനിങ്ങനെ നിന്നു. അപ്പോൾ ശരിക്കും എനിക്കത് ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചൊരു സംഭവമല്ല. അങ്ങനെ നമ്മളത് കഴിഞ്ഞിട്ട് അപ്പം ഞങ്ങൾക്കൊരു സ്വഭാവമുണ്ട്, നമ്മളിങ്ങനെ വേറെ മൂന്നാമത്തെ ഒരാൾ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ ഞാനും വെച്ചാലും ഫോണിൽ ടൈപ്പ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. സെൻഡ് ചെയ്യല്ല, നമ്മൾ ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. അപ്പം അങ്ങനെ തന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ഷെയർ ചെയ്ത് ഞാൻ ഇതൊന്നും നടക്കില്ല, തോന്നുന്നതാണോന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ഇതിന് വേണ്ടാന്ന് വെച്ച് ഞാൻ നിൽക്കുമായിരുന്നു. അങ്ങനെ പിന്നെ ആള് പറഞ്ഞു അല്ല ഞാൻ സീരിയസ് ആയിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് ആള് പിന്നെ നമ്മളെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളുടെ ഇപ്പോൾ ചേട്ടനെ കാണാൻ ഞാൻ തുറന്നു പറയാൻ ചേട്ടനെ കാണാൻ ഭംഗിയുണ്ട്, എന്നെ കാണാൻ അത്രയ്ക്കും ഭംഗിയില്ല, എന്നെക്കാളും നല്ല പെൺപിള്ളേർ ചേട്ടനെ കിട്ടും. അപ്പോൾ അത് നോക്കണതല്ലേ നല്ലത്. ഇപ്പം നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും ഞങ്ങളെക്കാളും കുറച്ചുകൂടി ബെറ്റർ ആണ് നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. അപ്പം അതും ഭയങ്കര പ്രശ്നമായിരിക്കും ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ വെറുതെ നമ്മളൊരു ഇഷ്യൂ ഉണ്ടാക്കണ്ട, നമ്മൾ ചുമ്മാ സ്നേഹിച്ചിറന്നിട്ട് പിന്നെ അവസാനം വന്ന് കലോടയ്ക്കണ പരിപാടി എനിക്ക് താല്പര്യമില്ല. ഞാനൊരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് ഞാൻ തീർത്ത് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം അത് കാരണം എനിക്ക് സ്നേഹിച്ചെടുക്കാൻ താല്പര്യമില്ല. അപ്പോൾ ഇനി ചേട്ടൻ ഇത് കണ്ടിന്യൂ ചെയ്യണം തന്നെയാണ് താല്പര്യം. എനിക്കിപ്പോൾ ഒരു നോ ഇല്ല, കാരണം ഇപ്പം ചേട്ടനെ സംബന്ധിച്ച് എനിക്ക് നോ പറയേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ നോ എന്ന് ഞാൻ പറയില്ല. പക്ഷേ ചേട്ടൻ്റെ വീട്ടിൽ ഓക്കെ ആണെങ്കിൽ മാത്രം, അതുപോലെ തന്നെ എൻ്റെ വീട്ടിലും ഓക്കെ ആണെങ്കിൽ മാത്രം നമുക്ക് ഈ റിലേഷൻഷിപ്പ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. കാരണം അതൊരു കല്യാണത്തിലേക്ക് വേണ്ടി മാത്രമായിരിക്കണം. അപ്പൊ ആളും പറഞ്ഞു എനിക്കും ഇങ്ങനെ തന്നെയാണ് താല്പര്യം, അതായത് കുറെ ലൈൻ അടിച്ച് നടക്കാനായിട്ട് ഇനി എനിക്ക് താല്പര്യമില്ല, പണ്ട് കുറെ നടന്നിട്ടുള്ളത് കൊണ്ട് ഇനി എനിക്ക് താല്പര്യമില്ല, എനിക്കും ഇനി കല്യാണം സ്നേഹിക്കുകയാണെങ്കിൽ ആ കുട്ടീനെ തന്നെ കല്യാണം കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാനും നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ ഫാമിലിയിൽ പറഞ്ഞു വലിയ പ്രശ്നങ്ങളും ഭൂകമ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മുടെ വീട്ടുകാർ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ അതാണ് നമ്മുടെ ഒരു കഥ. അപ്പം അതിൻ്റെ ഇടയിൽ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഞാൻ കഴിഞ്ഞ ഒരു ഷോർട്സിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ ഷോർട്സിലല്ല നമ്മുടെ കഴിഞ്ഞൊരു ഈവനിങ് വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എടപ്പള്ളി പള്ളിയിൽ പോയി ഞാൻ പ്രാർത്ഥിച്ചു. ഞാനും മിച്ചാനും കൂടിയിട്ട് നമ്മുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ദിവസങ്ങളിൽ ഒരു ദിവസം കല്ലൂരി പള്ളിയിലും എടപ്പള്ളി പള്ളിയിലും പോയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പ്രാർത്ഥിച്ച തമ്പുരാനെ ഈ റിലേഷൻഷിപ്പ് ഒരു കല്യാണത്തിലേക്ക് എത്തിക്കുമെങ്കിൽ മാത്രം ഇത് കണ്ടിന്യൂ ചെയ്യാം, അതല്ലെങ്കിൽ ഈ പരിപാടി ഇപ്പോഴത്തെ വെച്ച് അവസാനിപ്പിച്ചു എനിക്ക് യാതൊരു പ്രശ്നമില്ല. തമ്പുരാൻ എന്താണോ എൻ്റെ ജീവിതത്തിൽ നിശ്ചയിച്ചിരിക്കുന്നത് ആ ഒരു സംഭവം മാത്രം നടന്നാൽ മതി. അപ്പം അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിങ്ങനെ എടപ്പള്ളി പോയിട്ട് പ്രാർത്ഥിച്ചപ്പോഴും എനിക്കൊക്കെ കണക്ഷൻ തോന്നിയ സംഭവിച്ചത് ഒന്ന് അനിമ എന്ന് അങ്ങനെ കണ്ടതും, പിന്നെ ഞാനും അമ്മയും അപ്പനും ഒക്കെ ഞങ്ങൾ മുടങ്ങാണ്ട് എല്ലാ നോമ്പിലും മുടങ്ങാണ്ട് കുർബാനയ്ക്ക് പോകും. മാക്സിമം നമ്മൾ എല്ലാ ദിവസവും ട്രൈ ചെയ്യാറുണ്ട്, നോമ്പിൽ മുടങ്ങാണ്ട് പോകാൻ നോക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ചേട്ടനെ പരിചയപ്പെടുന്നേക്കാൾ തൊട്ട് മുമ്പുള്ള വലിയ നോമ്പിലും അമ്മ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് സെയിം പ്രൊഫഷനിൽ നിന്ന് തന്നെ ഒരു പ്രൊപ്പോസൽ വരണം എന്ന് അമ്മ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ചേട്ടൻ്റെ പ്രൊപ്പോസൽ വന്നതിന് ശേഷമാണ് അമ്മ എന്നോട് പറയുന്നത് ഞാൻ എങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പം അത് പ്രാർത്ഥിക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ മുമ്പ് എനിക്കൊരു പ്രൊപ്പോസൽ വന്നപ്പം അവർ തീർത്ത് പറഞ്ഞു ജോലിക്കൊന്നും വീടില്ല എന്നുള്ളത്. അപ്പം ഞാൻ ഈ കഷ്ടപ്പെട്ട് പഠിക്കുന്നത് വീട്ടുകാരും കാണുന്നതാണല്ലോ. അപ്പം കഷ്ടപ്പെട്ട് പഠിക്കുന്നത് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് കാരണം സെയിം പ്രൊഫഷനിൽ നിന്നാകുമ്പോൾ എന്തായാലും ജോലിക്ക് പോവണ്ട എന്ന് പറയില്ലല്ലോ. അപ്പൊ അത് കാരണം അമ്മ അങ്ങനെ 50 ദിവസം കുർബാനയ്ക്ക് പോയപ്പോ ഒക്കെ അത് സമർപ്പിച്ച് അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ എന്തുകൊണ്ടും തമ്പുരാൻ കൂട്ടിവെച്ച ഒരു ബന്ധമാണ് എന്നുള്ളത് എനിക്ക് തോന്നി. അങ്ങനെയാണ് പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാം എന്ന് ഞാനായിട്ട് തീരുമാനിക്കാനായിട്ട് ഒരു കാരണം ഉണ്ടായത്. എനിക്ക് ഇത് ഓക്കെയാണ്, തമ്പുരാനായിട്ട് കാണിച്ചു തന്നതാണ് എന്ന് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ കുറച്ച് ഇൻസിഡന്റ് നമ്മുടെ ലൈഫിൽ വന്നപ്പോഴാണ്. അപ്പോൾ ഇന്ന് ഈ നിമിഷം വരെ കുഞ്ഞു പൊട്ടലും ചീറ്റലും എല്ലാവരുടെ ലൈഫിലുള്ള പോലെ തന്നെ ഞങ്ങളുടെ ലൈഫിലുള്ളൂ. ദൈവം സഹായിച്ച അനുഗ്രഹത്താൽ ഹാപ്പിയാണ്. 2 മക്കളോടുകൂടി ഞങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ നീട്ടി വലിക്കാണ്ട് ഞാൻ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തീർത്താണ് കേട്ടോ. ഇനി ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ വരാനുള്ളത് വഴി തങ്ങിയില്ല എന്നുള്ളത്. ഇച്ചായൻ ടോണീസിൽ അന്ന് വന്നത് ഫിറ്റിംഗ് കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. എനിക്ക് തോന്നുന്നു അന്ന് ആ ഫിറ്റിങ് അതായത് ആ പഠിച്ചതും അല്ലാണ്ട് ഈ മനുഷ്യൻ ഒരു കണ്ണാട പോലും സ്വന്തമായിട്ട് ഫിറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഫുൾ ഒപ്റ്റോമെട്രിസ്റ്റ് ആയിട്ട് എന്നെ വർക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ സത്യം പറഞ്ഞാൽ ആ ഫിറ്റിംഗ് പഠിക്കാൻ വേണ്ടി വരുന്നത് എന്നെ കിട്ടാൻ വേണ്ടി മാത്രമായിരുന്നു. ഇച്ചാൻ്റെ ഇത് വലിയൊരു ഭാഗ്യം കിട്ടാൻ വേണ്ടി ആയിരുന്നു ടോണീസേക്ക് വന്നത്, അല്ലാണ്ട് ഫിറ്റിംഗ് കോഴ്സിന് വേണ്ടിയിട്ടായിരുന്നില്ല. അതാണ്. അപ്പം ഇനി വരാനുള്ള വഴി തന്നെ ഞാൻ ചുമ്മാ പറഞ്ഞാണ്ടോ. അപ്പം എങ്ങനെയുണ്ട് ഞങ്ങളുടെ ലവ് സ്റ്റോറി? ഗംഭീരമായിരുന്നോ ഇല്ലയോ എന്നൊക്കെ കമന്റ് ചെയ്തു. നല്ല നല്ല കമന്റുകൾ ഞാൻ സ്വീകരിക്കുന്നതാണ്. പിന്നെ അങ്ങനെ നമ്മുടെ കല്യാണത്തിലേക്ക് കടന്നു. കല്യാണമൊക്കെ ഭയങ്കര ഗംഭീരമായിട്ടായിരുന്നു കേട്ടോ. നമുക്ക്
എന്താ നമ്മളിങ്ങനെ സ്വപ്നം കണ്ട കല്യാണം എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെയായിരുന്നു എൻ്റെ കല്യാണമായിരുന്നു. എനിക്ക് മനസ്സമ്മതമൊക്കെ ഞാൻ അച്ഛൻ്റെ ഇടയ്ക്കിടയ്ക്ക് പറയിച്ചാൽ എൻ്റെ മനസ്സമ്മതം ഒരു പ്രാവശ്യം കൂടി നടത്താൻ, ഒരു പ്രാവശ്യമല്ല ഇനി നടത്താൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. കാരണം ഞങ്ങളുടെ റിലേറ്റീവ്സ് എല്ലാവരും കൂടി വന്ന് ഭയങ്കര അടിച്ച് പൊളി വൈബിലുള്ളൊരു മനസ്സമ്മതമായിരുന്നു. എന്താ പറയുക, രസമായിരുന്നു. എൻ്റെ മനസ്സമ്മതം ശരിക്കും ഇങ്ങനെ അതായത് നമ്മൾ സ്റ്റേജിൽ നിൽക്കുവാണല്ലോ, അപ്പോൾ ഞാനീ കാണുന്നത് ഫുൾ എന്തോ ഭയങ്കര നമ്മൾ ഒരു സ്വപ്ന ലോകത്ത് നിൽക്കണ പോലത്തെ ഒരു സംഭവമായിരുന്നു എനിക്ക്. നമ്മുടെ കല്യാണത്തിന് നമ്മുടെ റിലേറ്റീവ്സ് മാത്രമല്ല, അമ്മയുടെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. മോളെ ആൻറ്റി, ഉണ്ണിമ്പരി ആൻറ്റി, ബിന്ദു ആൻറ്റി, എൽസ ആൻറ്റി, അതുപോലെ കുറേ ആൻറ്റിമാർ അമ്മയുടെ ഫ്രണ്ട്സാണ്. ഇവരൊക്കെ കൂടി നമ്മളെ കുറേ ഹെൽപ്പ് ചെയ്ത് അങ്ങനെ ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര സൂപ്പർ ഒരു മനസ്സമ്മതമാണ് എനിക്ക് കിട്ടിയത്. അത് എനിക്ക് ഭയങ്കര എനിക്ക് രസമായിട്ട് തോന്നിയ സംഭവമായിരുന്നു അത്. അപ്പോൾ ആ മനസ്സമ്മതം ഞാനിപ്പം മിസ് ചെയ്യുന്നു. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മനസ്സമ്മതം നടത്താം, അതുപോലെ മനസ്സമ്മതം നടത്താൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, നടക്കില്ല. അപ്പം ഇനി നമുക്ക് ഇനി അടുത്ത വീഡിയോ എന്ത് ചെയ്യണം എന്ന് ഞാനിങ്ങനെ ആലോചിക്കട്ടെ. അപ്പം അതുവരയ്ക്കും ടാറ്റ ബൈ ബൈ, സീ യു.